Hi friends, welcome back to Bake with Adi. I hope you all are doing fine. ഇന്ന് നമ്മളൊരു ബ്ലൂബെറി ലെമൺ ലോഫ് കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. ഞാൻ ഇന്നലെ സ്റ്റോറി പോയ സമയത്ത് ഫ്രൂട്ട് സെക്ഷനിലെ ബ്ലൂബെറി കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു ബ്ലൂബെറി വെച്ചിട്ട് എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കാം. അപ്പോഴാണ് എനിക്ക് ഐഡിയ തോന്നിയത് ഒരു ബ്ലൂബെറി ലെമൺ ലോഫ് കേക്കായല്ലോ. സോ വിത്തൗട്ട് എ ഫർദർ ado, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി മേക്കിംഗ് ഓഫ് ബ്ലൂബെറി ലോഫ് കേക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 cup ഓഫ് ബട്ടർ ആൻഡ് 3/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ ഓഫ് പൗഡർഡ് ഷുഗർ എടുത്തിട്ടുണ്ട് വിത്ത് 2 ടീസ്പൂൺ ഓഫ് ലെമൺ സെസ്റ്റ് ആൻഡ് മിക്സ് വെൽ. ഞാനിവിടെ എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ്ഗ് 1 at a ടൈം. ആദ്യം ഒരു എഗ്ഗ് എടുക്കുക, എന്നിട്ട് അത് കമ്പൈൻ ചെയ്യുക ആൻഡ് ഓവറായിട്ട് ബീറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് അടുത്ത എഗ്ഗ് ഇടുക. എന്നിട്ട് നമുക്ക് ഒരു 1 ടീസ്പൂൺ വാനില എസൻസും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ഓഫ് യോഗട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം 2 ടേബിൾ സ്പൂൺ ഓഫ് ലെമൺ ജ്യൂസ് ആൻഡ് ഇത് നന്നായി കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് കേർഡിലായി മാതിരി തോന്നും നമുക്ക്. ഇത് കണ്ടിട്ട് പേടിക്കണ്ട, കാരണം നമ്മൾ ഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റായി കമ്പൈനായി വരും. ഇനി ഞാനിവിടെ 1.5 കപ്പ് ഓഫ് മൈദ, അതിലേക്ക് 1.5 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡർ ആൻഡ് എ പിഞ്ച് ഓഫ് സോൾട്ട്, എന്നിട്ട് അത് സീവ് ചെയ്തിട്ട് ഇതിലേക്ക് വിസ്ക് വെച്ചിട്ട് കമ്പൈൻ ചെയ്യാണ്. ആൻഡ് മീൻ വൈൽ സ്പാറ്റുല യൂസ് ചെയ്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേക്ക് ബാറ്റർ. ആൻഡ് ഞാനിവിടെ ഒരു 3/4 കപ്പ് ഓഫ് ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. ആൻഡ് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓഫ് മൈദ, എന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടാണ് ഞാൻ ഈ ബാറ്ററിലേക്ക് അത് കമ്പൈൻ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലൂബെറി പോയിട്ട് ആ ടിന്നിൻ്റെ ബേസിൽ പോയിട്ട് സെറ്റിൽ ഡൗൺ ആവും ആൻഡ് ഒരു ലെയറായിട്ട് താഴത്ത് മാത്രം അത് ഇരിക്കും. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഫ്ലോറിൽ കമ്പൈൻ ചെയ്യുന്നത്. ആൻഡ് എന്നിട്ട് നമ്മൾ നോർമൽ ഇങ്ങനെ ആഡ് ചെയ്യണം. അത് കറക്റ്റായി ഈവൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടായി കിട്ടും. എന്നിട്ട് അത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ ബേക്ക് ചെയ്തിട്ടുണ്ട് പ്രീ ഹീറ്റഡ് അവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഫോർ അറൗണ്ട് 45 to 50 മിനിറ്റ്സ്. ഇപ്പം ഞാൻ സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഞാനിവിടെ ഇപ്പോൾ ഡിമോൾഡ് ചെയ്യാൻ പോവാണ്. ആൻഡ് മേക്ക് ഷുവർ ഒരു 10 to 15 മിനിറ്റ്സ് കേക്ക് കൂൾ ഡൗൺ ആവണം. എന്നിട്ടാണ് അത് ഡിമോൾഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ഫുൾ ക്രംബിളായി വരും. സോ ടു അവോയ്ഡ് ദാറ്റ് അത് കുറച്ച് നേരം കൂൾ ചെയ്യാൻ വേണം. ഇനി ഞാനിതിപ്പോൾ ഫ്ലിപ്പ് ചെയ്യാൻ പോവാണ്. ആൻഡ് ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈനിങ് ആയിട്ട്, അത് റിമൂവ് ചെയ്തിരുന്നു. ഇനി ഇതിപ്പോൾ ഡിമോൾഡായിട്ട് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദ ക്രാക്ക് ഇസ് ഒരു നല്ലൊരു പൗണ്ട് കേക്കിൻ്റെ ഒരു ട്രേറ്റ് ആണ് എന്ന് പറയാം. ഇനി ഞാൻ അതിൻ്റെ മുകളിലൊരു ലെമൺ ഗ്ലേസും കൂടി കൊടുക്കുന്നുണ്ട്. ഫോർ ലെമൺ ഗ്ലേസ് ഞാനിവിടെ 1 കപ്പ് ഓഫ് ഐസിങ് ഷുഗർ ആൻഡ് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓഫ് ലെമൺ ജ്യൂസ് ആൻഡ് 2 ടേബിൾ സ്പൂൺ ഓഫ് വാട്ടർ, എന്നിട്ട് നന്നായി കമ്പൈൻ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചായിട്ട് ആഡ് ചെയ്യണം. കൂടുതൽ ഒരേ സ്ട്രെച്ചിൽ കുറേ ഒഴിക്കരുത്. മെല്ലെ മെല്ലെ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് കുറച്ച് ആഡ് ചെയ്യുക. സോ എനിക്ക് ടോട്ടലി ഇവിടെ 3 ടേബിൾ സ്പൂൺ ഓഫ് വാട്ടർ വന്നിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയായിട്ട്. എന്നിട്ട് നമുക്കത് കേക്കിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. ഞാനിനി ഇത് ഗ്ലേസ് ചെയ്യാൻ പോവാണ്. ഇനി മെല്ലെ മെല്ലെ ഇതൊന്ന് കേക്കിൻ്റെ മുകളിലേക്ക് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. ആൻഡ് മേക്ക് ഷുവർ കേക്ക് ഒന്ന് നന്നായി കൂൾ ഡൗൺ ആവണം. അല്ലാണ്ട് മുന്നേ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായി ലെയറായിട്ട് സെറ്റായി കിട്ടില്ല. ആൻഡ് വിത്തിൻ നോ ടൈം ഈ ഗ്ലേസ് അതിൽ കേക്കിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ടൊരു ലെയറായി സെറ്റായി കിട്ടും. ആൻഡ് നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ഒന്ന് കൂൾ ഡൗൺ ആയി കഴിഞ്ഞിട്ട് നമുക്കത് കട്ടാക്കി എടുക്കാം. ഇനി ഞാൻ സ്ലൈസ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ വന്നിട്ടുണ്ടെന്ന്. So it's come out perfect and without any artificial coloring. The blueberry itself has that natural purple hue which makes it so visually pleasing. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ബ്ലൂബെറി സീസണിലാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഐ എം ഷുവർ യു ഓൾ വിൽ റിയലി ലൈക്ക് ഇറ്റ്. ആൻഡ് ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽഡ് റെസിപ്പി ആൻഡ് ഇൻഗ്രീഡിയൻസ് എല്ലാതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനെ റിവേർട്ട് ചെയ്യാം. സോ താങ്ക് യു ഫോർ യുവർ ടൈം
and please do like, share and subscribe. Thank you so much.